ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി 11 മണിവരെ 19.47% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ മാസം 14-ന് മഹാസഖ്യം സർക്കാർ അധികാരത്തിൽ വരുമെന്ന് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. उम्मीद हम लोग जीतेंगे, सब लोग जीतेंगे, बिहार जीतेगा। 18 तारीख को बदलेंगे सरकार, 18 तारीख को बदलेंगे सरकार, 14 को नई सरकार मिलने वाली है। RJD നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് മന്ദഗതിയിലാക്കാൻ ശ്രമമെന്ന് RJD ആരോപിച്ചു. ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചു. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ബീഹാർ തലസ്ഥാനമായ പട്നയിൽ നിന്നും ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ബീഹാർ ജനത ഭേദപ്പെട്ട നിലയിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടൊരു വിധിയെഴുത്തിലേക്ക് നീങ്ങുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ തന്നെ RJD ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പട്നയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് ശ്രീനാഥ്? ദിലീപ് കുമാർ, സാധാരണ ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്ത് രാവിലെ വോട്ടിംഗ് അല്പം കുറയുകയും പിന്നീട് വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് വരികയും ചെയ്യുന്നതാണ് കാണാറുള്ളത്. ഇത്തവണയും അത് തന്നെ സംഭവിക്കുന്നു. ആദ്യത്തെ 1-2 മണിക്കൂർ കാര്യമായ ഒരു പോളിംഗ് നടന്നില്ലെങ്കിൽ പിന്നീട് കൂടുതലായ ആളുകൾ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനോടകം തന്നെ ഏതാണ്ട് 20%-നടുത്ത് 11:30 വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 20%-നടുത്തേക്ക് പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പ്രമുഖ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഈ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് കുടുംബസമേതമാണ്. ലാലു പ്രസാദ് യാദവ്, റാബ്രി ദേവി അടക്കമുള്ളവരോടൊപ്പം കുടുംബസമേതം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാറ്റത്തിനായി ജനങ്ങൾ വോട്ട് ചെയ്യണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും സർക്കാർ രൂപീകരിക്കും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയും ണ്ട്. BJPയുടെ നിലവിലെ ഉപമുഖ്യമന്ത്രി കൂടിയായ സാമ്രാട്ട് ചൗധരി അടക്കമുള്ളവർ ഇതിനോടകം വോട്ട് ചെയ്തു. നിതീഷ് കുമാർ അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ പ്രമുഖ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഈ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും ക്രമസമാധാന പ്രശ്നം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലൊക്കെ കർശന സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കുറച്ചധികം സുരക്ഷാ വിന്യാസം എല്ലാ ബൂത്തുകളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുമുണ്ട്. പക്ഷേ ഏതെങ്കിലും ക്രമസമാധാന പ്രശ്നം എവിടെയും റിപ്പോർട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അതേസമയം RJD ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ആരോപണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ബോധപൂർവം ഈ പോളിംഗ് മന്ദഗതിയിലാക്കാൻ RJDയുടെ മഹാസഖ്യത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് മന്ദഗതിയിലാക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് അവർ ഉന്നയിച്ച ഒരു ആരോപണം. വൈദ്യുത ബന്ധം പലയിടത്തും തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നതാണ് അവർ ഉന്നയിച്ച ആരോപണം. അതിനോടിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരണം നടത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു ബൂത്തിൽ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു റിപ്പോർട്ടുകളില്ല. എല്ലായിടത്തും സുഗമമായി തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഇപ്പോൾ വന്നത്. ദിലീപ് കുമാർ, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിംഗ് തുടരുകയാണ്. ഭേദപ്പെട്ട പോളിംഗാണ് ആദ്യ മണിക്കൂറുകളിൽ വരുന്നത്. 11 മണിവരെ ഏതാണ്ട് 27%-ലധികം പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ബീഹാർ തലസ്ഥാനമായ പട്നയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.